ഹലോ ഗുഡ് മോർണിംഗ്. നൈസിസ് മണ്ണുത്തി പ്ലാന്റ്സ് ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോ ഒരു സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു. അത് 5 പേർക്ക് കമൻറ്റുകൾ അയക്കുന്ന 20-ാം തീയതി വരെ കമൻറ്റുകൾ അയക്കുന്ന 5 പേർക്ക് നറുക്കിട്ടെടുത്ത് സമ്മാനം കൊടുക്കുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഇന്ന് അതിനുള്ള പുറപ്പാടാണ് നമ്മൾ. അപ്പം നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് സമ്മാനങ്ങളുള്ളതെന്ന്. അതോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ 5 പേരെ സെല്ലേഴ്സായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേരും കൂടി ഇപ്പോൾ പ്രഖ്യാപിക്കും. ഗാർഡൻ പ്ലാന്റ് എംപോറിയം. ഷീജ സുരേന്ദ്രൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സെല്ലേഴ്സിൻ്റെ പേരുകൾ പറയും എന്ന് പറഞ്ഞില്ലേ, അത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് സെയിൽ പോസ്റ്റായിട്ട് അവരുടെ കയ്യിലുള്ള പിക്സ്, ചെടികളുടെ പിക്ക് നമുക്ക് അയച്ചു തന്നു. ഞാനത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്തു. അപ്പോൾ അവർ ആവശ്യക്കാരുണ്ടായി, അത് ഇവർ സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നറുക്കെടുത്ത ആളുടെ പേര് ജമീല. അടുത്തതായിട്ട് നാലാമത്തെ ലതാമോഹൻ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ എടുക്കാം നമുക്ക്. റോസ് ജേക്കബ്. അപ്പോൾ ഇത് സർപ്രൈസായിട്ട് നമ്മൾ 6ാമത്തെ ആളെയും കൂടിയും സെലക്ട് ചെയ്യുന്നുണ്ട്. നോക്കിക്കോളൂ, 6ാമത്തെ നമ്മൾ തീരുമാനിച്ചിരുന്നതല്ല, 5 പേർക്കാണ് അയക്കാൻ വിചാരിച്ചത്. റാണിയ സലീം. അപ്പോൾ ലക്കി ബമ്പറാണെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ 5 പേർക്കാണ് വിചാരിച്ചിരുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 6ാമത്തെ സർപ്രൈസായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ അഡ്രസ്സ് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ, നമ്മളുടെ വീഡിയോസിലൊക്കെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇവരുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പിൻകോഡ് അടക്കമുള്ള അഡ്രസ്സ് അയച്ചിടാം. അപ്പോൾ നോക്കിക്കോളൂ, ഇതാണ് പോട്ട്. ഇതുപോലത്തെ 2 പോട്ടാണ് ഒരു ആൾക്ക് അയക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഹോളൊക്കെ ശരിയാക്കണം കേട്ടോ. ഹോളൊക്കെ ശരിയാക്കിയിട്ട് ഈ സീഡം പ്ലാന്റ് ഇതാണ് സീഡം പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇതിൻ്റെ വേരുകളൊക്കെ പോവുള്ളൂ. അപ്പോൾ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിത്ത് ഉപയോഗിക്കാം. പിത്ത് ഉപയോഗിച്ചിട്ട് ഒരു ഇത് വെച്ചിട്ട് അതിന് മീതെ നമുക്ക് മണ്ണിട്ടിട്ട് അത് വളരെ 1 ഇഞ്ച് താഴെ ഈ പോട്ടിൻ്റെ നിർത്തിയിട്ട് അതിലേക്ക് ഈ സീഡം പ്ലാന്റ്സ് വെറുതെ കട്ട് ചെയ്ത് ഇടുക വേണ്ടു. റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും പറ്റിയത്. അപ്പോൾ ഇതിൽ ഇത്ര ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ പിത്ത് തെർമോക്കോൾ ഇടാം. അതിൻ്റെ മീതയ്ക്ക് ഇത്ര മാത്രം മണ്ണ് മിക്സ് ചെയ്യുന്നതൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തേക്കണേന്ന്. എന്നിട്ട് ഏകദേശം ഈ അളവിൽ ഈ സീഡം പ്ലാന്റ് വെറുതെ കട്ട് ചെയ്തത് ഇട്ടാൽ മതി. അത് തന്നെ മണ്ണിലേക്ക് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ താന്നു വന്ന് മുട്ടി അവിടെ വേരുണ്ടാവും. അത്രയും നല്ല ഒരു ചെടിയാണ്. നല്ല വെയിലത്ത് വെക്കണം എന്ന് മാത്രം. കുറച്ച് ദിവസം ഇത് നല്ല വെയിലത്ത് വെക്കണം, അപ്പോഴാണ് ഇത് നല്ല രീതിയിൽ വരിക. ഇതിപ്പോൾ കുറച്ച് തണലത്തിരുന്ന കാരണം ഇത് ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് അത്രയും പെർഫെക്റ്റായിട്ട് വന്നത് നല്ല വെയിലത്താണ് ഇതിരിക്കുന്നത്, കണ്ട. അപ്പം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ചാണകപ്പൊടി വെറുതെ മീതെ തൂവിയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ ഇത് എങ്ങനെയാണ് നനയ്ക്കേണ്ടത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോൾ ഉണ്ടാവണം തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഹോള് ഭാഗം വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നനച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല ഫ്രഷായിട്ട് നല്ലതായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്യാതെ ഇതുപോലെ കാണിച്ചു തരാം. ഇതുപോലെ 2 പോട്ട് പ്ലസ് സീഡം പ്ലാന്റ് ഒരെണ്ണത്തിൽ നിറച്ചിട്ടിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത്. അപ്പോൾ അതിന് ഗിഫ്റ്റ് കിട്ടിയവർ, ഇപ്പോൾ 6 പേരുടെ പേര് ഞാൻ പറഞ്ഞില്ലേ, അവർ അഡ്രസ്സ് മാത്രം അയച്ചു തന്നാൽ മതി. ഇനി പിന്നെ 19 പേരാണ് ടോട്ടലി നമുക്ക് ഈ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾക്ക് കൊറിയർ ചാർജ് മാത്രം അയച്ചു തന്നാൽ, അവരുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ നമ്മൾ ഈ സാധനം അവർക്ക് അയച്ചു കൊടുക്കും.
ഇനി അതൊന്നും അല്ലാതെ കമൻ്റ് ഇടാതെ ഇത് വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്കിത് ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നവരാണെങ്കിൽ അവർ അഡ്രസ്സ് അയച്ചിട്ട് 100 റുപ്പീസ് പേ ചെയ്യാം. GPay നമ്പർ പറയാം. അപ്പം അവർക്കും ഇത് നമ്മൾ അയച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വീഡിയോൻ്റെ ആദ്യത്തിൽ പറഞ്ഞു സെല്ലേഴ്സ് ആയിട്ടുള്ളവരുടെ പേരുകൾ നമ്മൾ പറയാമെന്ന്. പക്ഷേ ഒരാളുടെയും കൂടി നമുക്ക് റിസൾട്ട് വരാനുണ്ട്. അപ്പം വീഡിയോ കുറച്ച് ലെങ്തായി പോയി. അപ്പം അതുകൊണ്ടാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ആരൊക്കെയാണ് സെല്ലേഴ്സ് ആയത്, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയായിരുന്നു. ഇനിയും ഇതിന് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.